കാണേണ്ടവർ നമ്മെ കണ്ടില്ലേലും നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവർക്കും ഒരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർമാനമുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒത്തിരി പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ, കോളുകളൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി 16:13 ഇങ്ങനെ വായിക്കുന്നു: എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ കാണുന്നു എന്ന് പേർ വിളിച്ചു. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ, ഒത്തിരി പ്രതീക്ഷയോടെ, ഒത്തിരി ആഗ്രഹത്തോടുകൂടെ നമുക്ക് ഈ പ്രഭാതത്തെ വരവേൽക്കാം. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഇന്നലകൾക്കകത്ത് ഒത്തിരി ഭാരപ്പെട്ട് ഇവിടെയൊക്കെ ഒന്ന് ഒതുങ്ങി ജീവിച്ചാലോ എന്നൊക്കെ ആഗ്രഹിച്ച് ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികൾ എന്നെ കണ്ടേക്കാം. ഒരുപക്ഷെ ജീവിതത്തിനകത്ത് ഇന്നലെ വന്ന വേദനകൾ കാരണം, താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ കാരണം ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ ഒത്തിരി വിതുമ്പി ഈ പ്രഭാതം ഞാൻ എങ്ങനെ തള്ളി നീക്കും, ഈ പകൽക്കാലം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമോ എന്നൊക്കെ ആഗ്രഹത്തോടെ, പ്രതിസന്ധികളുടെ നടുവിലും പ്രതീക്ഷയോടെയൊക്കെ ആയിരിക്കുന്ന വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളെ നോക്കി ആത്മാർത്ഥമായി, ഹൃദയംഗമായി, ഹൃദയത്തെ തൊട്ട് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ഇങ്ങനെ ഒരു ദൂത് കൈമാറട്ടെ. പ്രിയരെ, അതേ പ്രിയരെ, നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദങ്ങളാണ് ഇവിടെ നാം വായിച്ച കുറിവാക്യം, നാം വായിച്ച അധ്യായം, ആ വാക്യം ഹാഗർ ദൈവസന്നിധിയിൽ പറയുന്ന ഹാഗറിൻ്റെ വാക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഹാഗർ എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ അല്ലെങ്കിൽ സാറായിയുടെ ദാസി ദൈവസന്നിധിയിൽ ദൈവത്തെ പറ്റി പറയുന്ന പദങ്ങളാണ്. അവൾ പറയുന്ന ഒരു പദം, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്നൊരു ആശ്വാസത്തിൻ്റെ, ഒരു പ്രതീക്ഷയുടെ, എവിടെയൊക്കെ മരുഭൂമിയിൽ ഒരു ചാറ്റൽ മഴ വീഴുന്നത് പോലെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് എല്ലാം മടുത്തുപോയ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ ജീവിതത്തിനകത്ത് ഒരു ദൈവിക കിരണങ്ങൾ അല്ലെങ്കിൽ കാർമേഘത്തിൻ്റെ നടുവിൽ ഒരു സൂര്യൻ്റെ കിരണം പതിയുന്നത് പോലെ ഏതൊക്കെ പ്രതീക്ഷകൾ വിളംബരം ചെയ്യുന്ന പദങ്ങളാണ് നാം വായിച്ച വാക്യം എന്ന് പറയും. ഞാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയാം, പ്രിയരെ, എത്ര പ്രതികൂലത്തിൻ്റെ നടുവിലാണെങ്കിലും, എത്ര പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും, ജീവിതത്തിനകത്ത് സ്വപ്നം കാണാനോ നാളെയെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും കഴിയാത്ത, ഫുൾ ബ്ലാങ്ക് ആയിപ്പോയ, ഫുൾ നെഗറ്റീവായി പോയ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി പറയാം, നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളുടെ വേദന അറിയുന്നൊരു കർത്താവുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്കൊരു പ്രയാസം വന്നാൽ ഇന്ന വ്യക്തി കാണും. നമ്മൾ ചിന്തിക്കും, എനിക്കൊരു ആകുലതകൾ വന്നു കഴിഞ്ഞാൽ ആരുമില്ലെങ്കിലും ഈ വ്യക്തിയെങ്കിലും എനിക്കൊരു നല്ല വാക്ക് പറയാൻ, എന്നെ ഒന്ന് കൈത്താങ്ങാൻ, എന്നെ ഒന്ന് സഹായിക്കാൻ ഇവരെങ്കിലും കാണുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിച്ച ഒത്തിരി വ്യക്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് കാണാം. ഒരു വ്യക്തിയും നമ്മെ സഹായിച്ചില്ല, ആരും അനുകൂലമല്ലെങ്കിൽ ഇവരെൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ച ചില വ്യക്തികളെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതോ കോണിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. പക്ഷേ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ജീവിതം നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചിന്തിച്ചതുപോലെയല്ല, എല്ലാം എഗെയിൻസ്റ്റായി മാറുമ്പോൾ, മുന്നോട്ട് പോകാൻ വഴികൾ കാണാതെയാകുമ്പോൾ, മരുഭൂമിക്ക് സമാനമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റ വ്യക്തിയും നമ്മൾ കാണത്തില്ല കേട്ടോ, ഒരു വ്യക്തിയും കാണത്തില്ല. ഇന്നലകളിൽ സന്തോഷത്തിൻ്റെ വാക്ക് പറഞ്ഞവർ, മധുര വാക്ക് പറഞ്ഞവർ, ഏത് പ്രതിസന്ധിയിലും കരം പിടിക്കുമെന്ന്, കൂടെ കാണുമെന്നൊക്കെ ഉറപ്പ് നൽകിയ പല ഉറപ്പുകളും പല വ്യക്തികളും നമ്മെ കണ്ടിട്ട് കാണാതെ പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ പ്രഭാതത്തിലും നിന്നെ കാണുന്നൊരു കർത്താവുണ്ട്. ദാവീദ് പറയുന്നൊരു പദമുണ്ട്, അവൻ എന്നെ ഉഴൽച്ചകളെ എണ്ണി അറിയുന്ന ദൈവമാണ്. നിന്റെ ഉഴൽച്ചകളെ കാണുന്ന ദൈവമുണ്ട്, നിന്റെ പ്രതിസന്ധികളെ കാണുന്ന ദൈവമുണ്ട്, നിന്റെ വേദനകളെ കാണുന്ന ദൈവമുണ്ട്. ആര് കണ്ടില്ലേലും ഈ പകൽക്കാലം ധൈര്യത്തോടെ പറ, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടുവല്ലോ. സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ നോക്കി പറയാം, ഈ പ്രഭാതത്തിനകത്ത് അങ്ങനെ നമ്മെ കാണുന്ന
ദൈവത്തെ കാണാനിടയാകുന്ന ചില ജീവിതത്തിൻ്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടട്ടെ. അപ്രതീക്ഷിതമായ ജീവിത സ്റ്റക്കായി പോയി എടുത്തെന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഏതൊക്കെ പ്രതീക്ഷകൾ നൽകുന്ന ഏതൊക്കെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വാതിൽ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് തുറന്നു വരട്ടെ. സ്നേഹത്തോടെ ഞാൻ അങ്ങനെ ആത്മാവിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം, ഈ പ്രഭാതത്തിൽ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു വഴികൾ വെളിപ്പെടും. നിങ്ങളുടെ സ്നേഹിതരോ നിങ്ങളുടെ ബന്ധത്തിലുള്ളവരോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ സാഹചര്യത്തിനകത്ത് വേദന അനുഭവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവീയത ഈ സന്ദേശം അവർക്ക് അയച്ചു കൊടുത്തിട്ട് ധൈര്യത്തോടെ പറ, നിന്നെ കാണുന്നൊരു കർത്താവുണ്ടെന്ന്, നിന്റെ വേദന അറിയുന്നൊരു കർത്താവുണ്ടെന്ന്, നിന്റെ ഞെരുക്കത്തെ കണ്ടറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ധൈര്യത്തോടെ അവരെ ഉറപ്പിക്കുന്ന ഒരു പകലായി ഈ പകൽക്കാലം മാറണം. പ്രിയരെ ശ്രദ്ധിച്ചേ, ഹാഗർ എന്ന് പറയുന്ന വ്യക്തി മിസ്രൈമിൽ നിന്ന് അബ്രഹാം തിരിച്ചു വരുന്ന സമയത്ത് സാറായിയുടെ കൂടെ മിസ്രൈമിൽ വെച്ച് കൂട്ടുകൂടിയതാണ്. അല്ലെങ്കിൽ സാറായിയുടെ ദാസിയായി മാറിയത് മിസ്രൈമിയ പെൺകുട്ടിയാണ്. ദൈവത്തെ പറ്റി വലിയൊരു അറിവൊന്നുമില്ല. അബ്രഹാമിന് കിട്ടിയതുപോലെ വലിയൊരു എൻകൗണ്ടർ ഒന്നും കിട്ടിയ വ്യക്തിയല്ല. പക്ഷേ ആ യജമാനത്തിയുടെ വാക്കിനനുസരിച്ച ഒരു വ്യക്തിയാണ്. ആ യജമാനത്തി എന്തു പറഞ്ഞാലും അത് ശിരസ വഹിച്ച് ചെയ്തു കൊടുക്കാൻ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ഹാഗർ എന്ന് പറയുന്നത്. ഞാൻ ആത്മാവിൽ ആ വചനത്തിനകത്തുനിന്ന് ഞാൻ നിങ്ങളെ നോക്കി ചോദിക്കട്ടെ, ആരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് നിന്റെ ജീവിതം പോലും മറന്ന് ആരൊക്കെ പറഞ്ഞ കാര്യത്തിന് ഒരിക്കലും ആഗ്രഹമില്ലാഞ്ഞിട്ടും അവരുടെ വാക്ക് മാനിച്ച് അയ്യോ അവരെന്ത് കരുതും, ഇവരെന്ത് കരുതും, ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെങ്ങനെ അത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതി മറ്റുള്ളവരുടെ വാക്കിന് അനുസരിച്ച് നിന്റെ ഇഷ്ടം പോലും മറന്ന്, നിന്റെ ആഗ്രഹം പോലും മറന്ന്, നിന്റെ സ്വപ്നം പോലും മറന്ന്. നിന്റെ സ്വപ്നം വലുതായിരുന്നു, പക്ഷേ പലരും പറഞ്ഞ വാക്കിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന്, അവരുടെ സന്തോഷത്തിന്, അവരുടെ മുഖത്തിനൊരു ചിരി പടർത്താൻ വേണ്ടി നിന്റെ ഇഷ്ടങ്ങളെ നീ ഹോമിച്ചിട്ട്, നിന്റെ ഇഷ്ടങ്ങളെ നീ വേണ്ടെന്ന് വെച്ചിട്ട് പലരുടെ വാക്കിനും പലരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിന്റെ തീരുമാനങ്ങളെ മാറ്റി നീ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടും അവർക്ക് വേണ്ടി നിന്നിട്ടും ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒരു കരിവേപ്പില എടുത്ത് കളയുന്നത് പോലെ, ആഹാരം കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു കരിവേപ്പില കറി ലീവ്സ് എടുത്ത് മാറ്റുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് അവർ നിന്നെ അവരുടെ ജീവിതത്തിനകത്തുനിന്ന് എടുത്തു മാറ്റിയ വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആർക്ക് വേണ്ടെങ്കിലും നിന്നെ വേണമെന്നുള്ളൊരു കർത്താവുണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും നിന്നെ കാണുന്നൊരു കർത്താവുണ്ട്. നിന്റെ വേദന കാണുന്നൊരു കർത്താവുണ്ട്. നിന്റെ സ്വപ്നങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹാഗറിന്റെ ജീവിതം അങ്ങനെയാണ് പ്രിയരെ. സാറായി ഒരു ദാസിയായി അവളെ കൊണ്ടുവന്നു. അവൾ സാറായിക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവൾ ജീവിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, സാറായുടെ വാക്കിനനുസരിച്ച് അബ്രഹാമിനൊരു തലമുറയെ കൊടുക്കാൻ പോലും ഒരു പെൺകുട്ടികളും ഒരു വ്യക്തികളും ആഗ്രഹിക്കാത്തതാണ് തൻ്റെ യജമാനത്തിയുടെ വാക്കിനനുസരിച്ച് അബ്രഹാമിലും അവർക്കൊരു തലമുറയെ കൊടുക്കാൻ വേണ്ടി അവളുടെ സ്വപ്നങ്ങളെ മാറ്റിവെച്ച്, അവളുടെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച്, എന്തിനേറെ പറയാം അവളുടെ ജീവിതം പോലും മാറ്റിവെച്ച് ആ പെൺകുട്ടി അവരുടെ വാക്കിനനുസരിച്ച് അബ്രഹാമിന്റെ അടുക്കൽ പോയി. അബ്രഹാമിനാൽ തൻ്റെ ഉദരത്തിനകത്തൊരു തലമുറയെ വഹിച്ചു നിൽക്കുമ്പോൾ താൻ വിശ്വസിച്ച, താൻ കൂടെ കാണുമെന്ന് പറഞ്ഞ സാറായി അവൾക്കെതിരെ തിരിയുകയാണ്. നാം ഈ വാക്യം 16-ാം അധ്യായമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് അല്ലെങ്കിൽ സാറായിയുടെ അടുക്കൽ നിന്ന് ഹാഗർ ഓടിപ്പോകുന്ന സന്ദർഭമാണ് നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ അഭയം കൊടുക്കേണ്ട ഇടത്തുനിന്ന് അവൾ ജീവനും കൊണ്ട് ഓടുകയാണ്. നിനക്ക് അഭയം തരേണ്ടവർ, നിന്നെ ചേർത്ത് പിടിക്കേണ്ടവർ, അവിടെയൊന്നും നിനക്ക് അഭയം ലഭിച്ചില്ലേലും ജീവിതം മടുത്ത് ഒന്ന് ആത്മഹത്യ ചെയ്താൽ മതി, ഒന്ന് മരിച്ചാൽ മതി എന്ന് നീ എവിടെയൊക്കെ ഓടിപ്പോയാലും ഞാൻ സ്നേഹത്തോടെ ആത്മാവിൽ നിങ്ങളെ നോക്കി ദൂത് കൈമാറാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട, നിന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ഈ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ല.
ഈ പ്രഭാതത്തിൽ ആരൊക്കെ ചിന്തിക്കുന്നു, ഒന്ന് ജീവിതം മടുത്തു പാസ്റ്ററെ, ഒന്ന് മരിച്ചാ മതി, ഒന്ന് എങ്ങനെയെങ്കിലും പോയി ഒന്ന് തകർന്നാ മതി, ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി. നോ 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 നോ. ആരൊക്കെ പറഞ്ഞത് കൊണ്ട്, ഏതൊക്കെ ഭവനത്തിൽ നിന്ന് നിന്നെ ആട്ടിയിറക്കിയത് കൊണ്ട്, ഏതൊക്കെ കുടുംബങ്ങൾ നിനക്ക് എഗെയിൻസ്റ്റ് ആയത് കൊണ്ട്, നിനക്ക് അഭയം തരേണ്ടവർ അഭയം തരാതിരുന്നത് കൊണ്ട് തീർന്നു പോകുന്നതല്ല ഈ ജീവിതം, തീർന്നു പോകുന്നതല്ല നിന്റെ ഈ സ്വപ്നം. നിന്റെ സ്വപ്നങ്ങൾ ചിറകു വച്ച് പറക്കുന്നൊരു കാലം വരും. നിന്റെ സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കുന്ന ഒരു സമയം വരും. നിന്റെ ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിയാക്കി തരുന്നൊരു സീസൺ വരും. അധൈര്യപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്. പിടിച്ചു നിൽക്ക്, പിടിച്ചു നിൽക്ക്. ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. ഹാഗർ സാറായുടെ ഭവനത്തു നിന്ന് ഓടിപ്പോകുകയാണ്. അവളുടെ ഉദരത്തിനകത്തൊരു തലമുറയുണ്ട്. ഉദരത്തിനകത്തുള്ള തലമുറയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോൾ അവൾക്ക് നാളെ എവിടെ എത്തിച്ചേരുമെന്നറിയത്തില്ല. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവി എന്താകുമെന്ന് അറിയത്തില്ല. മരണം മാത്രമേ മുന്നിലുള്ളൂ. തിരിച്ചു പോകാൻ ഒരിടമില്ല. അവളുടെ നാടതല്ല, അവളുടെ ദേശം അവളല്ല, അവളുടെ ഭവനം അതല്ല. അവളൊരു അടിമയാണ്, ഒരു ദാസിയാണ്. അവളുടെ നാട് മിശ്രയുമാണ്. തിരിച്ചു പോകാൻ ഒരു വഴിയില്ല. മരുഭൂമിക്കകത്ത് ഒരിറ്റു വെള്ളം തരാൻ ആരുമില്ല. ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരു അഭയസ്ഥാനമില്ല. ആ മരുഭൂമിക്കകത്ത്, ഏകാന്തതയ്ക്കകത്ത് ഹാഗറിനൊന്ന് വിങ്ങിപ്പൊട്ടുമ്പോ നാളെ എന്തെന്നറിയാതെ, ജീവിതത്തിന്റെ നാളുകൾ എന്താവുമെന്നറിയാതെ, നാളെ സ്വപ്നം കാണാൻ ഒന്നുമില്ലാതെ മരണം മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ വചനം പറയുന്നു, ഹാഗർ പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടുവല്ലോ. പ്രിയരെ, ആ മരുഭൂമിക്കകത്ത് ദൈവം ഹാഗറിനെ കണ്ടു. ഈ പകൽക്കാലം എല്ലാം തകർന്ന് ശൂന്യമായി, ജീവിതം പോലും അവസാനമെന്ന് നീ കരുതുന്ന ജീവിതത്തിന്റെ ചില സാഹചര്യത്തിനകത്ത് ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങളെ നോക്കി പറയുക, ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവം നിന്നെ കാണുന്നുണ്ടെന്നേ, ദൈവം നിന്നെ കാണുന്നുണ്ടെന്നേ. നീ വേദനപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട, നീ ആകുലപ്പെടണ്ട. നിന്നെ കാണുന്നൊരു കർത്താവുണ്ട്. ഹാഗറിനെ കണ്ട കർത്താവ്, ഹാഗറിന്റെ കണ്ണുനീർ കണ്ട കർത്താവ്, ഹാഗറിന്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെ കണ്ട കർത്താവ്. നിന്നെ മാത്രമല്ല കേട്ടോ, അവൻ നിന്നെ കണ്ടാൽ നിന്റെ തലമുറയെ അവൻ കാണും. അവൻ നിന്നെ കണ്ടാൽ നിന്റെ കുടുംബത്തെ അവൻ കാണും. അവൻ നിന്നെ കണ്ടാൽ നിന്റെ സാഹചര്യത്തെ മുഴുവനും കാണുന്നൊരു കർത്താവാണ്. ഉലകത്തിൽ ആരും നമ്മെ കണ്ടില്ലേലും പറ, ഈ പ്രഭാതത്തിൽ ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ, ആമേൻ പറഞ്ഞു ദൂഷീകരിക്കുക. ഉലകത്തിൽ ആരും എന്നെ കണ്ടില്ലേലും എന്നെ കാണുന്നൊരു കർത്താവുണ്ട്. എൻ്റെ വേദന അറിയുന്നൊരു കർത്താവുണ്ട്. എൻ്റെ കണ്ണുനീർ കാണുന്നൊരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ പറയാം, ഹാഗർ പറഞ്ഞതുപോലെ പറയാൻ കഴിയുമോ? എന്നെ കാണുന്നവനെ ഞാനും കണ്ടുവല്ലോ. ആ കർത്താവ് ഹാഗറിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഹാഗറെ, ഞാൻ നിന്റെ തലമുറയെ വർദ്ധിപ്പിക്കും, അവനെ വലിയൊരു ജാതിയാക്കും. നീ എന്നാ വേണം? ഞാൻ ആത്മാവിൽ പറയാം, ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, എല്ലാം തകർന്നിരിക്കുമ്പോൾ, എല്ലാം ശൂന്യമായിരിക്കുമ്പോൾ, ചില ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ, ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവം കാണിക്കുന്ന ചില വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ചില പ്രവാചകന്മാരിലൂടെയൊക്കെ കേൾക്കുന്ന ദൈവശബ്ദം നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്, വീണ്ടും ബലപ്പെടുത്തുന്നത്. അങ്ങനെ ഹാഗറിന്റെ അടുക്കൽ വന്ന് ദൂതൻ അവളോട് സംസാരിക്കുക. അവളോട് പറയുന്നു, നീ തിരിച്ചു പോകണം, നീ സാറായുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകണം. നിനക്ക് ഞാനൊരു മകനെ തരും, അവന് ഇസ്മായേൽ എന്ന് പേര് വിളിക്കണം, അവന് ഞാൻ വർദ്ധിപ്പിക്കും, വലിയൊരു ജാതിയാക്കും. അതിൻ്റെ നടുവിൽ ദൂതൻ അവളോട് സംസാരിച്ചു കഴിയുമ്പോൾ കണ്ണുനീരോടെ സ്വർഗത്തെ നോക്കി ഹാഗർ പറയുന്നൊരു പദമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടുവല്ലോ. വേദപുസ്തകത്തിനകത്ത് ആദ്യമായി ദൈവത്തെ എൽറോയി എന്ന് വിളിച്ചത് ഹാഗറാണ്. അത് ജാതീയ പെൺകുട്ടിയാണ്. എന്നെ കാണുന്ന ദൈവമെന്ന് ആ എൽറോയി എന്ന പദം ആദ്യമായി ദൈവത്തെ നോക്കി വിളിച്ചത് ഹാഗറാണ്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം, ദൈവം നിന്നെ കാണുന്നുണ്ടെങ്കിൽ നിന്റെ സാഹചര്യങ്ങൾ മാറും, നീ വർദ്ധിക്കും, നീ തകരില്ല, നീ തീർന്നു പോകില്ല, നീ അവസാനിക്കത്തില്ല. ആരെല്ലാം നിനക്ക് എഗെയിൻസ്റ്റ് ആയാലും, ആരും നിന്റെ കൂടെ ഇല്ലേലും, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലേ, ധൈര്യത്തോടെ പറ, നീ തകരില്ല, ഞാൻ തകരില്ല. കാരണം എന്ത്?
നിന്നെ കാണുന്നൊരു കർത്താവുണ്ട്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക്, നിന്നെ കാണുന്നൊരു കർത്താവുണ്ട്. ഈ നിമിഷം ദൈവദാസൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുള്ളവർ സ്ക്രീനിലേക്ക് കരങ്ങളെ നീട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ കാണത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ സീസണെ ദൈവം തുറക്കട്ടെ. ഒരു നിമിഷം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ച്. സ്വർഗീയ മല്ല കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുകയാണ്. സീസണുകളെ തിരിയിട്ട് അവരെ കാണുന്ന കർത്താവ്, എൽറോയായ കർത്താവ്, ഈ നിമിഷം അവരെ സ്വർഗം കണ്ടിരിക്കുകയാണ്. നന്ദി പറയുന്നു. നാളുകൾ ഞങ്ങളും പറയട്ടെ, ഞങ്ങളെ കാണുന്നവനെ ഞങ്ങൾ കണ്ടുവല്ലോ. ചില കണ്ണുനീരുകളെ തുടയ്ക്കും, ചില വേദനകളെ നീ മാറ്റും, ചില പ്രയാസങ്ങൾക്ക് പൂർണ്ണമായ അറുതി വരുത്തും. ഞാൻ ഈ നിമിഷം ഈ ജനത്തെ ബ്ലസ് ചെയ്യുക. ദൈവത്തിൻ്റെ ഫേവറിനകത്ത് നീ ഇവരെ മറയ്ക്കുമാറകണമെന്നും പ്രാർത്ഥന ഞാൻ ഒരിക്കൽ കൂടെ ബ്ലസ് ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കും, പ്രാർത്ഥന കേൾക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതേ പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമ്മെ കാണുന്നൊരു കർത്താവുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ പ്രഭാതത്തിലും ആമേൻ ഇതേപോലെയുള്ള സന്ദേശങ്ങൾ ലഭിക്കണമെങ്കിൽ, ഞങ്ങളുടെ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവദാസൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുള്ളവർ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വിളിച്ചിട്ട് ലഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും കോൺടാക്ട് ചെയ്യും. അനേകർക്ക് ഈ സന്ദേശം അനുഗ്രഹമാകുന്നു എന്നറിയുന്നത് അതിയായ സന്തോഷമുണ്ട്. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ നമുക്കൊരു യാത്ര തിരിക്കാമോ? God bless you. Amen.